ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളായാലും കണ്ടിട്ട്. അതെ, വർഷങ്ങൾക്ക് ശേഷം ഇതാ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ലോങ് വീക്കെൻഡ് കിട്ടിയപ്പോൾ ഓർത്ത് തന്നാ വീട്ടിൽ ഇരിക്കാണ്ട് പുറത്തോട്ട് പോകാതെ അങ്ങനെ ഞങ്ങള് തൊട്ടടുത്ത് മീൻസ് ഇവിടുന്ന് ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 hour ഡ്രൈവുള്ള ഒരു ലോക്ക് ലോമൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമുക്ക് നമ്മുടെ നാടിനെ ഒരിക്കലും മിസ് ചെയ്യത്തില്ല ഇവിടെ വന്നാല്, അല്ലേ? അതെ അതെ അതെ. അല്ല, സ്കോട്ട്ലാൻഡിൽ വന്നിട്ട് നമ്മൾ നമ്മുടെ നാട് മിസ് ചെയ്തിട്ടില്ല. അത് വേറെ കാര്യം ഇവിടെ അതിനും മാത്രം പച്ചപ്പ് ഹരിതാഭയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കുറച്ച് വേണ്ട ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലാൻഡ്സ്കേപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു വലിയ സ്ഥലം തന്നെയാണ്. അതല്ല, കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെയാണ് പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നിരാശരാകും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒരു ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ലേക്കിന്റെ അകത്ത് നമ്മൾ ഈ പണ്ട് പിക്ചേഴ്സിൽ നമ്മുടെ ബുക്കിന്റെ കവർ പേജ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു സ്ഥലം. മീൻസ് നമ്മൾ ഒരു ലേക്ക് അങ്ങറ്റത്ത് നമ്മൾ മറ്റേ പാടം വരക്കുമ്പോൾ അങ്ങറ്റത്ത് 2 മല, അവിടെ കൂടെ 2 മറ്റേ കാക്ക പറഞ്ഞു പോകുന്നു, ഒരു സൂര്യൻ. കുറച്ച് നല്ല നല്ല എന്താ പറയാ, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറെ വ്യൂസും ഒരു ഭയങ്കര ഒരു സ്മൂത്ത് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആഫ്റ്റർ എ ലോങ് ടൈം മാൻ. ലെറ്റ്സ് ഗോ. ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് അത് മായ്ച്ചു കളഞ്ഞേക്കട്ടെ. എങ്ങനെയുണ്ട് കുഞ്ഞി? ഒരു നാട്ടില് എന്താണ് ശരിയാട്ടാ. സെറ്റപ്പ് എങ്ങനെയുണ്ട് കുഞ്ഞി? നമ്മള് ഇതൊരു ഇങ്ങനെ സേവ് ദ ഡേറ്റ് വീഡിയോസിലും അതുപോലെ ഒരു ആദ്യം ഇവിടുന്ന് നേരെ ഇറങ്ങി ചെല്ലുന്നു ബീച്ചിലേക്ക്, അല്ലേ? ബീച്ചല്ല ഇത്, ആക്ച്വലി കൊള്ളാല്ലേ. നൈസ് നൈസ് നൈസ്. എൻട്രി എനിക്ക് ഇഷ്ടപ്പെട്ടു. വാവ്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ സ്ഥലം. നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഒരാള് ചാടി പോയി വെള്ളത്തിൽ പോയി. നല്ല രസമുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് കുഞ്ഞി? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. എന്താണ് ഇവിടെ ഇഷ്ടപ്പെട്ടത് കൂടുതൽ? എനിക്ക് ഈ വ്യൂ ഇഷ്ടപ്പെട്ടു. നമുക്ക് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് പടം വരക്കുമ്പോ ഉള്ള ഒരു ലേക്കും അങ്ങനെ അറ്റത്ത് 2 മല, അവിടെ കൂടെ കാക്കകൾ പറന്നു പോകുന്നു. ഇവിടെ കാക്കയുണ്ട് കേട്ടോ, ആക്ച്വലി ഇഷ്ടംപോലെ കാക്കയുണ്ട്. കല്ലുവയ്ക്ക് ഉച്ചയൊക്കെ നല്ല രസമില്ലേ? അവിടെ ഇതൊന്ന് ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ടോ കേട്ടോ. ശരിക്കും ഇവിടെ സമ്മർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അല്ലേ? എന്നുവെച്ചാൽ നമുക്ക് ബാക്കിൽ വാവിച്ച് വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരാൾ ശരിക്കും ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരാളുണ്ട്. പിന്നെ ക്യാമറയായിട്ട് നടക്കുന്നത് ഞാനിങ്ങനെ നടക്കുന്നു. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിക്കും നമ്മൾ ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് സമ്മർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ടൈമിൽ വ്യത്യാസമുണ്ട്. 4:30 തൊട്ട് 4:30 തൊട്ടിട്ട് ഒരു നൈറ്റ് 10 വരെ ലൈറ്റ് ഉണ്ടാവും, സൺലൈറ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലായിടത്തും പോകാനൊക്കെ പറ്റുന്ന ഒരു ടൈമാണ്, അല്ലേ? അപ്പം നമുക്ക് ഇരുട്ടുന്നില്ല. സ്റ്റിൽ നമ്മളുടെ വിചാരം നമ്മൾ ഡെയിലാണ് എന്നുള്ളതാണ്. ഇപ്പം തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നൊരു 3 o'clock ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? 3 അല്ല, 4 കഴിഞ്ഞു അല്ലേ? 4 സൺസെറ്റ് എന്തായാലും നമുക്കൊരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ലൈറ്റ് നമുക്ക്
നഷ്ടപ്പെടില്ല. കാരണം വിന്ററിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 o'clock ആയിക്കുമ്പോൾ തന്നെ ഇരുട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഒന്നാമത് തണുപ്പ് കാരണം പുറത്തോട്ട് ഇടാൻ പറ്റില്ല. പിന്നെ പ്ലസ് ലൈറ്റ് ഇല്ലാത്തത് ഭയങ്കര ഒരു മൂടിയായിരിക്കും. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിസിബിലിറ്റി ഭയങ്കരമാണ്. അപ്പം ഈ വ്യൂ ഒരു പ്രത്യേക സ്കോട്ട്ലൻഡിലുള്ള എല്ലാവരും വരണം കേട്ടോ. കാരണം എല്ലാവരും വന്നിട്ടുണ്ടാവും. ഞങ്ങളിപ്പോഴാണ് പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത്. അതാണ്. എന്നാലും നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ നിങ്ങളെയും കൂടെ അറിയിക്കും ഞങ്ങൾ ഇറങ്ങിയത്. അതെ. കണ്ണിന് വെള്ളം വരുന്നുണ്ടോ? അതെ ആവോ ആ ചെക്കൻ കാണിക്കാൻ വന്ന് അത് പോയിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ പിള്ളേരുടെ എന്റർടൈൻമെന്റ് ആണത്. നമ്മൾ പണ്ട് പക്ഷെ എന്തൊരു നല്ല വ്യൂ അല്ലേ. കമൺ ഗൈസ്, നമുക്ക് ബോട്ടിങ് പൈസ എത്രയാണ് ചോദിച്ചു നോക്കാം. നമ്മൾ കഴുത്തിറക്കാത്ത പൈസ ആണെങ്കിൽ നമുക്ക് കയറാം അല്ലേ. ഇന്നലെ ഒരു സർക്കസ് കാണാൻ കയറാന്ന് വെച്ചിട്ട് 17.99 എന്ന് വെച്ചിട്ട് 17.99 17.99 വെച്ചാൽ നമ്മുടെ നാട്ടില് എത്ര രൂപ കൊണ്ടാ? 1800 രൂപ ഒരു സർക്കസിന്. 100 രൂപ സർക്കസ് കണ്ടോണ്ടിരുന്ന ഞാൻ സർക്കസ് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ എന്തായാലും സർക്കസ് കാണിക്കണം. പക്ഷെ 17.99 ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു 2 പേർക്കും കൂടെ ആകുമ്പോ അപ്പൊ എത്രയും 3500 രൂപ അടുത്താവും ഒരു സർക്കസ് കാണാൻ കൂടെ. If you guys want to hop on board just now, that's absolutely fine. Alright. We'll be leaving in just over 5 minutes. Alright. Yeah. Thanks. സെറ്റല്ലേ? പുള്ളിയാണ് നമുക്ക് ഇന്ന് ബോട്ട് ഓടിക്കാൻ പോകുന്നത്. പുള്ളിയാണ് ബോട്ട് ഓടിക്കുന്നതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഒക്കെ പുള്ളിയാണ്. ബോട്ട് ഓടിച്ചിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അപ്പം ഇന്ന് നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ 45 മിനിറ്റ്സിന്റെ ഒരു ബോട്ട് ടൂറാണ് കേട്ടോ. ഒരു കുഞ്ഞു ബോട്ടിൻ്റെ അകത്താണ്. അതിൻ്റെ അകത്ത് 45 മിനിറ്റ്സ് നമ്മളിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കാം. നൈസ്. അപ്പോൾ നമ്മൾ ബോട്ടിനകത്ത് കയറി ഇരിക്കുവാണ്. പുള്ളിനെ വെയിറ്റ് ചെയ്തിരിക്കുക. ആർ യു എക്സൈറ്റഡ്? എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാണ്. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാണെങ്കിലും ബോട്ടിലിരിക്കാൻ പേടിയില്ല. ഈച്ചാൻ്റെ ബോട്ടിലിരിക്കാൻ പേടിയാണ് അല്ലേ? നമ്മൾ 6 പേരുണ്ടോ കേട്ടോ. Pretty important property. We're starting off with the village of Luss behind us and Glen Luss as the backdrop. All of the land we see today, however, has been owned by the same family for the last 700 years, including the village in which we start. Let's just say they gained it as a reward for making members of Clan MacGregor and Clan Campbell disappear is probably the nicest way of putting it. 2-3 കുഞ്ഞ് ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ ഐലൻഡ്സ് നമ്മുടെ നാട്ടിലെ തുരുത്ത് പോലത്തെ സ്ഥലങ്ങളില്ലേ, അതുപോലെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ കവർ ചെയ്തിട്ടായിരിക്കും വരാം. അപ്പോൾ എല്ലാ ബോട്ടും സെയിം ഡയറക്ഷനിൽ തന്നെ പോകുന്നത്. അപ്പോൾ നൈസ് അല്ലേ? നൈസ്. ഇതുവരെ എല്ലാം ഓക്കെ ആണ് കേട്ടോ. അതൊക്കെ ഐലൻഡ് ആണ്. ഞാൻ പറഞ്ഞ പോലെ അവിടെ കുറെ ടെന്റ് അടിച്ച് ആൾക്കാർ താമസിക്കണം. നോക്കിക്കേ അവിടെ കണ്ടോ, എന്ത് രസമായിരിക്കും അല്ലേ. നമ്മള് അവിടെ എനിക്കൊന്ന് ഓൺ ടെന്റ് ആണ്, അവർ പ്രൈവറ്റ് ആയിട്ട് വന്ന് ചെയ്യുന്നതാണ്. പക്ഷേ സേഫാണ്. നൈസ്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഈ റിവറിന്റെ സൈഡിൽ ഒരുപാടുണ്ട്. നോക്ക്, ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് ഒരു സ്പോട്ട്. നൈസ്. നമുക്ക് ഭയങ്കര കാമായിട്ട് വന്നിരുന്ന് കിടന്നുറങ്ങി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു അല്ലേ. നൈസ്.
ഓ അതിനൊക്കെ ഒരു ധൈര്യം വേണം അല്ലേ, ഇവിടെ വന്ന് രാത്രി സ്റ്റേ ചെയ്ത് അല്ലേ, അതിനൊരു ധൈര്യം വേണം. ഈ വെട്ടത്ത് കാണുന്ന പോലെ അല്ലല്ലോ ഇരുട്ടത്തോട്ട് മാറുമ്പോ അല്ലേ, ഭയങ്കര സീനായിരിക്കും. ഒരു കയാക്കിങ് ചെയ്തിട്ട് വിഷമിച്ച് അവിടെ ഇരിക്കുക. നമുക്ക് ഒരു ദിവസം ഒരു ടെന്റൊക്കെ വാങ്ങിച്ച് ഇങ്ങോട്ട് വരണം അല്ലേ അല്ലേ, പക്ഷെ ഒരു 10 പേരും ഉണ്ടാവണം കൂടെ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് സെക്യൂർഡ് ആണെന്ന് തോന്നാല്ലേ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം നമ്മള് ആദ്യം വന്ന സ്ഥലത്ത് അവര് എൻട്രി ക്യാമ്പിംഗ് ഉണ്ടെങ്കിൽ അവര് എൻട്രി നെയിമൊക്കെ ഇതാക്കുമെന്ന് തോന്നുന്നു. എന്നിട്ടേ ഇതിൻ്റെ അകത്തോട്ട് കടത്തി വിടുള്ളൂ. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും വന്ന് ടെന്റ് അടിക്കാം, അങ്ങനെ ആയിരിക്കും. അപ്പൊ നമുക്ക് അവരുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും ഇത് നടക്കുന്നത് അല്ലേ. നൈസ്. ബോട്ട് അടിക്കുന്ന ആള് പറഞ്ഞായിരുന്നു അതിൻ്റെ അകത്ത് ഒരു ഐലൻഡ് അവര് ബിൽഡ് ചെയ്തതാ, മാൻ ബിൽഡാണ് സാധനം. മനുഷ്യന്മാർ നമ്മള് ക്രിയേറ്റ് ചെയ്തൊരു ഐലൻഡ് ഇതിൻ്റെ അകത്ത്. അത്യാവശ്യം നല്ല ഇപ്പൊ ആക്റ്റീവാന്ന് പറഞ്ഞു, പക്ഷെ നമ്മളൊന്നും കണ്ടില്ല. അത്യാവശ്യം ഒരു ചെറിയ കൊച്ചിനെയൊക്കെ വിഴുങ്ങാൻ പാകത്തിനുള്ള മീനുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നോക്ക് അവിടത്തെ വ്യൂ നോക്കിക്കേ. അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കൂ. നല്ലൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ഇവിടെ ഇതൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാം. പിന്നെ അടുത്ത് തന്നെ നമുക്ക് സിറ്റി ഉണ്ട്, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. അങ്ങനെ ഇന്ന സാധനങ്ങൾ ബാനാണ്, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ ഇവിടെ കയറ്റാൻ പാടില്ല, അങ്ങനെയൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇവിടെ ഇല്ല. ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ലിക്കറും ബിയറൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാം, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പം നമുക്ക് ബോട്ടിലിരുന്ന് അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ അങ്ങനെ അതിനുള്ളൊരു റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലല്ലോ, എല്ലാം അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്കോട്ട്ലാൻഡിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ ഇട്ടോളൂ, വർത്താണ്. ഒരു ദിവസം ഒരു ഡേ ട്രിപ്പിനുള്ളൊരു ഡേ ആൻഡ് നൈറ്റ് ട്രിപ്പ്, അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. അതെങ്ങനെ നിങ്ങൾ ഡിസൈഡ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നല്ലൊരു സ്ഥലം തന്നെയാണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ബോട്ടിംഗ് കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി ആക്ടിവേറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ കണ്ടന്റുകളൊക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വ്ലോഗിങ്ങും അതുപോലെ തന്നെ റിയാക്ഷനും ഇനിയിപ്പോൾ ഞങ്ങളൊരു പുതിയ സാധനം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. അപ്പോൾ ദിസ് ഇസ് സൈനിങ് ഔട്ട് മിസ്റ്റർ മിസ്സസ് മാഡി. ടിൽ ദെൻ ബൈ. വന്ന വഴി മറന്നുപോയി കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും മച്ചാന്മാരെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മള് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മള് കുറച്ചുകൂടി വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതിന് വേണ്ട ഡ്രസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാഞ്ഞു കൊണ്ടിട്ട് വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും നടന്നില്ല. അപ്പൊ റിഗ്രറ്റ് ഉണ്ട്. നമുക്ക് ഇനി വരാലോ. നമുക്ക് നെക്സ്റ്റ് ടൈം നമ്മള് ഒരു തോർത്തും മുണ്ടൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മള് ഇവിടെ നമ്മൾ പട്ടയപ്പടിക്കും. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് നല്ല രസമായിരുന്നു. നല്ല പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് ഇത്രയും തിരക്കുണ്ടായില്ല. സത്യം. ഇപ്പൊ അത്യാവശ്യം കുറെ വണ്ടികളായി. ഇപ്പൊ എന്റെ ബാക്കിൽ കാണാനല്ലേ ക്യാരവനും ക്യാമ്പിംഗ് പരിപാടിയൊക്കെ ഇവിടെ അത്യാവശ്യം ഫില്ലായി. ഗ്രില്ല് ചെയ്യുന്നു, നല്ല രസമുണ്ടല്ലേ. എനിക്കൊന്ന് ഗ്രില്ല് ചെയ്യാനൊക്കെ കുഴപ്പമില്ല. ക്യാമ്പിംഗ് ആണ് ഇവിടുത്തെ മെയിൻ പരിപാടി.